പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. പഴുത്ത നേന്ത്രപ്പഴം വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല രുചികരമായിട്ടുള്ളൊരു നാടൻ റെസിപ്പി. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതുപോലെ തന്നെ ഈവനിങ്ങിൽ നമുക്ക് ചായയോടൊപ്പം കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ നാടൻ വിഭവം തയ്യാറാക്കുന്ന വിധം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. 2 പീസ് ശർക്കര നമുക്ക് ആവശ്യമുണ്ട്. ഈ വലുപ്പമുള്ള 2 പീസ് ശർക്കരയാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ പഴുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴവും നമുക്ക് ആവശ്യമുണ്ട്. ആദ്യം നമുക്ക് ഈ നേന്ത്രപ്പഴം ഒന്ന് അരിഞ്ഞെടുക്കേണ്ടതുണ്ട്. തൊലിയൊക്കെ കറുത്തു പോയിട്ടുള്ള പഴമുണ്ടെങ്കിലും ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ പഴുത്തിട്ടുള്ള പഴമാണെങ്കിലാണ് പലഹാരത്തിന് കുറച്ചും കൂടെ ടേസ്റ്റ്. നേന്ത്രപ്പഴം നെടുകെ പിളർന്നിട്ട് പിന്നെ ക്രോസായിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്ത് ചെറിയ സ്ക്വയർ പീസസ് ആയിട്ടാണ് നുറുക്കിയെടുത്തേക്കുന്നത്. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ ചെറിയ പീസുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുമല്ലോ. അപ്പോൾ ചെറിയതായിട്ട് നമുക്ക് ഈ 2 പഴവും നുറുക്കിയെടുക്കണം. ഞാനിവിടെ 2 നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ അധികത്തിലാണ് നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ നമ്മൾ പിന്നീട് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് കൂട്ടി ചേർത്ത് കൊടുത്താൽ മാത്രം മതി. എടുത്തു വെച്ചിരുന്ന 2 പഴവും ഈ ഒരു രീതിയിൽ നുറുക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ശർക്കര ആദ്യം ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാൻ ഈ ശർക്കര രണ്ടും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, പെട്ടെന്നൊന്ന് ഉരുക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. പൊടിച്ചെടുത്ത ശർക്കര ഞാൻ ഈ പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. ശർക്കരയ്ക്കകത്ത് എന്തെങ്കിലും കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പലഹാരം തയ്യാറാക്കി എടുക്കുമ്പോൾ കടിക്കാനായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അരിച്ചിട്ട് ചേർക്കുന്നതാണ് വളരെ നല്ലത്. ഈ ഒരളവിൽ നമ്മൾ ശർക്കര ചേർത്ത് കൊടുത്തതുകൊണ്ട് പലഹാരത്തിന് അധികം മധുരമില്ല. പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് ആവശ്യമുള്ള ശർക്കര വേണം ചേർത്ത് കൊടുക്കാൻ. ഞാൻ എടുത്ത പഴത്തിന് അധികം മധുരം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ 2 പീസ് ശർക്കര എടുത്തേക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ മധുരം എത്ര വേണമെന്നുള്ളത് നോക്കി തന്നെ ചെയ്യണം. ശർക്കരയെല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് അരിച്ചിട്ട് വേണം നമ്മുടെ പഴത്തിൻ്റെ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാൻ. ഇതേ പാനിലോട്ട് ഞാൻ 1 ടീസ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഈ പഴം കൂടെ ചേർത്ത് കൊടുത്ത് പഴം ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. നല്ല പഴുത്ത പഴമാണെങ്കിൽ നെയ്യിലോട്ട് നമ്മളിങ്ങനെ വഴറ്റിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. പഴുക്കാത്ത പഴമാകുമ്പോൾ കുറച്ചും കൂടെ സമയം കൂടുതൽ എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇളക്കി നമുക്ക് ഈ പഴമെല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം. ആ ഒരു രീതിയിൽ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ചെയ്യുന്ന പലഹാരം നേന്ത്രപ്പഴം വെച്ചിട്ട് മാത്രമല്ല, പഴുത്ത പഴമുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ തൊലി കറുത്ത് പോയിട്ടുള്ള പഴമൊക്കെ ഉണ്ടെങ്കിൽ കളയേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ നേന്ത്രപ്പഴം ചെയ്യുന്ന പോലെ തന്നെ പഴവും ചെയ്തെടുക്കാം. പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തുടഞ്ഞ് ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നാളികേരം കൂടെ ചേർത്ത് കൊടുക്കണം. 1 കപ്പ് അളവിൽ നാളികേരം ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടി പൊടിയായിട്ട് തിരുമ്മി എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. തേങ്ങ ചിരകിയതൊക്കെ ഈ ഒരു അളവിൽ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നാലേ പലഹാരം നല്ല മയമുള്ളതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കിട്ടുകയുള്ളൂ. ഇനി ആ നാളികേരം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് മൂത്തു പോകാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. തേങ്ങയും ഉടച്ച പഴവും കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പഴമൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ കഴിക്കുകയും ചെയ്യും. കാരണം ഏലക്കയുടെ ഫ്ലേവറാണ് മുമ്പിട്ട് നിൽക്കുന്നത്. ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇവയെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നേന്ത്രപ്പഴത്തിൻ്റെ ആ ഒരു കൂട്ട് ശർക്കര പാനിയുമായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് യോജിപ്പിച്ച് കിട്ടണം. ഇവിടെ നമ്മളങ്ങ് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്ന് മിക്സായി വന്നാൽ മാത്രം മതി. നേന്ത്രപ്പഴത്തിലോട്ടും തേങ്ങയിലോട്ടും ആ ശർക്കരയൊക്കെ ഒന്ന് പിടിച്ച് വന്നാൽ മതി. അങ്ങ് ഡ്രൈ ആകണ്ട. ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇനി അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു ലൂസായിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. ഇനി ഇതിലോട്ട് ഞാൻ വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നൂൽപുട്ടൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു നൈസായിട്ടുള്ള പൊടിയാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെ നമ്മൾ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ ഇതിനകത്ത് മിക്സായി വരത്തില്ല. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ നമുക്കറിയാൻ പറ്റും എത്രത്തോളം നമുക്ക് അരിപ്പൊടി ആവശ്യമുണ്ടെന്ന്. നമ്മൾ എടുത്തിരിക്കുന്ന നേന്ത്രപ്പഴത്തിൻ്റെ വലുപ്പം അനുസരിച്ചിട്ടാണ് അരിപ്പൊടിയുടെ അളവിന് വ്യത്യാസം വരുന്നത്. അപ്പോൾ നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുത്താലേ കറക്റ്റായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഇത് ഒത്തിരി അങ്ങ് കട്ടിയാകേണ്ട ആവശ്യമില്ല. ചെറിയ ഒരു മയത്തിലുള്ള ലൂസും കൂടെ ആവശ്യമുണ്ട്. ഈ ഫില്ലിങ് ഞാൻ വഴനയിലക്കകത്ത് വെച്ചിട്ട് കുമ്പിളപ്പം പോലെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ കൊഴുക്കട്ട പോലെ ഉരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കുറച്ച് പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു കട്ടിയിൽ നമ്മളിത് കുഴച്ചെടുത്താൽ മതി. അരിപ്പൊടിയും കൂടെ ചേർത്ത ശേഷം ഈ ഒരു പരുവത്തിലാണ് എടുത്തേക്കുന്നത്. ഒത്തിരി അങ്ങ് ടൈറ്റായിട്ട് പോകണ്ട, ചെറിയ ഒരു ലൂസായിട്ടുള്ള പരുവം വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന കുമ്പിളപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇച്ചിരി ഹാർഡായിട്ടിരിക്കും. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കി എടുത്താലോ.
വഴണയില ഈ ഒരു രീതിയിൽ ഞാൻ കുമ്പിൾ കുത്തിയെടുക്കുകയാണ്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. നാട്ടിൽ പോകുന്ന സമയത്ത് ഇതുപോലെ ഇല എടുത്തുകൊണ്ട് വരും. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഏറെ നാൾ സൂക്ഷിക്കാനായിട്ട് പറ്റും. ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ കളർ ഇല്ലെന്നേ ഉള്ളൂ. എന്നാൽ കുമ്പിളപ്പം തയ്യാറാക്കിയെടുത്താൽ നല്ല മണവും ടേസ്റ്റുമാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ എപ്പോഴാണോ തയ്യാറാക്കി എടുക്കാനായിട്ട് ഈ ഇല ഉപയോഗിക്കുന്നതിന് കുറച്ച് മുമ്പ് നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കണം. അങ്ങനെ ആകുമ്പോൾ ആ ഡ്രൈനെസ് ഒന്ന് മാറിയിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും നമുക്ക് കുമ്പിൾ കുത്താൻ പിന്നീട് ഈസിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുമ്പിൾ കുത്തിയാൽ പൊട്ടിപ്പോകും. ഓരോ കുമ്പിളിലോട്ടും ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. നമ്മൾ ചക്കപ്പഴമൊക്കെ വഴറ്റി ആ ഒരു രീതിയിൽ കുമ്പിളപ്പം തയ്യാറാക്കി എടുക്കാറുണ്ട്. എന്നാൽ പഴം കൊണ്ടൊന്നും ഇതുവരെയും തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് പഴം കൊണ്ട് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈവനിങ്ങിൽ ചായയോടൊപ്പം കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ ഒരു രീതിയിൽ ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരങ്ങൾ എപ്പോഴും നമ്മുടെ ശരീരത്തിന് വളരെയധികം ഹെൽത്തി തന്നെയാണ്. നമ്മളിവിടെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്തും തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് എല്ലാം ഞാൻ ഈ കുമ്പിളിലോട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കൊള്ളിച്ച് എടുക്കുകയാണ് വേണ്ടിയത്. ഒരു 20 മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. കാരണം ഓൾറെഡി നമ്മൾ ഒരു പകുതിയോളം വേവായിട്ടുണ്ട് നേന്ത്രപ്പഴമൊക്കെ. പിന്നെ അരിപ്പൊടി ഒന്ന് വെന്ത് കിട്ടേണ്ട ആ ഒരു സമയം മാത്രമേ എടുക്കുകയുള്ളൂ. ഫില്ല് ചെയ്ത് വെച്ചിരുന്ന കുമ്പിളപ്പം എല്ലാം ഞാൻ ഇതുപോലെ ആവി കൊള്ളാനായിട്ട് വെച്ചിട്ടുണ്ട് ഇഡ്ഡലി പാത്രത്തിലോട്ട്. ഒരു 20 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയത്തിനുള്ളിൽ ഇത് വെന്ത് കിട്ടുകയും ചെയ്യും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പിളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ വഴണയില തയ്യാറാക്കി എടുക്കുന്ന കുമ്പിളപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇത് ആവി കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫ്ലേവർ തന്നെ വല്ലാതെ നമ്മളെ കൊതിപ്പിക്കും ഇത് കഴിക്കാനായിട്ട്. ചക്കയില്ലാതെ എങ്ങനെ കുമ്പിളപ്പം തയ്യാറാക്കുമെന്ന് വിചാരിക്കുന്നവർ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിക്കേ. നല്ല കിഡു ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഞാൻ ഇച്ചിരി ലൂസായിട്ടാണല്ലോ ഈ അരിപ്പൊടി കുഴച്ചെടുത്തത്. അതുകൊണ്ട് നമുക്കിത് തയ്യാറാക്കിയാൽ വലിയ ഹാർഡായിട്ടല്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ കുമ്പിളപ്പം ഇരിക്കും. നേന്ത്രപ്പഴമൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യും. കാരണം നേന്ത്രപ്പഴത്തിൻ്റെ ആ ഒരു ഫ്ലേവർ ഒന്നും ഇതിന് അധികമായിട്ട് വരുന്നില്ല. കാരണം ആ വഴണയിലയുടെ സ്മെല്ലും അതുപോലെ തന്നെ നമ്മൾ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ആ ഒരു ഫ്ലേവറാണ് അധികമായിട്ട് നിൽക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞു ചാനലിലൊരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകല്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടണം. താങ്ക്സ് ഫോർ വാച്ചിങ്.